പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. റഹ്മത്തിൻ്റെ 10 വിട പറയുന്നു, മഗ്ഫിറത്തിൻ്റെ 10 നാളെ മഗ്രിബോടുകൂടി കടന്നു വരികയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിശദമായി നമുക്ക് കേൾക്കാം. റമദാനിൻ്റെ ആദ്യത്തെ 10 വിട പറയുന്നു, രണ്ടാം 10 ഇതാ കടന്നു വരുന്നു. ആദ്യത്തെ 10 റഹ്മത്ത്. ഇനി നമ്മൾ എന്താണ് ബാക്കിയുള്ളത്? റഹ്മത്തിൻ്റെ 10 വിട പറയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കടന്നു വരുന്ന രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10 എന്താണ് നമ്മൾ കരുതി വെക്കേണ്ടത്? രണ്ടും നമുക്ക് കേൾക്കാം. മഗ്ഫിറത്തിൻ്റെ 10 കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതലായി അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ദിക്ർ ഏതെന്നറിയോ? അതോടൊപ്പം തന്നെ മഗ്ഫിറത്തിൻ്റെ 10 നമുക്ക് അധികരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് തസ്ബീഹുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? രണ്ടാമത്തെ 10 കടന്നു വരുമ്പോൾ ഈ രണ്ടാമത്തെ 10 മുതൽ ഈ റമദാനിൻ്റെ അവസാനം വരെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്? മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ വീഡിയോ കാണുന്നവർ, അതിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി അല്ലാഹു നൽകുമാറാവട്ടെ. ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിലാണുള്ളത്. റമദാൻ മുഴുവനും നല്ല കർമ്മങ്ങൾ കൊണ്ട് മുഖരിതമാക്കി അവസാനം അല്ലാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. അതുമാത്രമല്ല, ഇന്ന് ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10 9ാമത്തെ ദിവസം, അതായത് റമദാൻ 9 ഇന്ന്. നാളെ മഗ്രിബോട് കൂടി വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ 10 നമ്മളിലേക്ക് കടന്നു വരുന്നു. അതായത് മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങൾ വരികയാണ്. റഹ്മത്തിൻ്റെ 10 ദിവസങ്ങൾ വിട പറയാൻ ഒരുങ്ങുന്നു, മഗ്ഫിറത്തിൻ്റെ 10 ആഗതമാകുന്നു. ആ ഒരു വലിയ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയും ഇനി വരുന്ന ദിവസങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ദിക്റുകളാണ് പറയേണ്ടത്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം, ആ പാപമോചനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അള്ളാഹു പറയുവാനും അത് കേൾക്കുവാനും നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്യുവാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ആദ്യമായി പറയട്ടെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസം. ഇന്നലെ രാവ് കടന്നുപോയി. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ മറന്നു പോവണ്ട. സൂറത്തുൽ കഹഫിൻ്റെ കാര്യം, അതുപോലെ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ചെയ്യുക, അതുപോലെ തന്നെ സ്വതക്കുകൾ വർദ്ധിപ്പിക്കുക, നേരത്തെ പള്ളിയിലേക്ക് പോവുക തുടങ്ങി എന്തെല്ലാം നന്മകൾ ഉണ്ടോ വെള്ളിയാഴ്ചയുടെ, അത് ആണുങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വെച്ച് വേഗത്തിൽ ഒളുവെടുത്ത് വേഗത്തിൽ ജുമാ നിസ്കാരമില്ല എങ്കിലും ളുഹർ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ മുസല്ലയിലേക്ക് പോവുക, അതുപോലെ തന്നെ സൂറത്തുൽ കഹഫ്, അതുപോലെ സ്വലാത്ത്, ദിക്റുകൾ എല്ലാം പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ടത്, വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ കടന്നു പോവുകയാണ്. റഹ്മത്തിൻ്റെ 10 ദിവസം ഇന്ന് അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് വർദ്ധിപ്പിക്കേണ്ടത് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു 1000 പ്രാവശ്യമെങ്കിലും 1000 വട്ടമെങ്കിലും, അല്ലെങ്കിൽ ഒരു 333, അല്ല എണ്ണം വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറയാവുന്ന അത്രയും കഴിയുന്ന അത്രയും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് റമദാനിൽ 30 ദിവസവും ചോദിക്കാം, യാതൊരു തടസ്സവുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ചോദിക്കൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള 10 ദിവസങ്ങൾ നമ്മളിതാ കടന്നു പോവുകയാണ്. 10ാമത്തെ ദിവസം കടന്നു വരുന്നു. അവസാനത്തെ മണിക്കൂറുകളിലാണുള്ളത്. അതുകൊണ്ട് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ, കരുണയുള്ള അല്ലാ എനിക്ക് നീ കരുണ ചൊരിയണേ എന്ന ആ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. ഒരുപാട് വട്ടം പറയുക. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, ആ ദിക്റും വർദ്ധിപ്പിക്കുക.
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ആ ദിക്റും വർദ്ധിപ്പിക്കുക. പിന്നെ പരിശുദ്ധമായ റമളാൻ മാസമാണ്, വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. സ്വലാത്ത് കണ്ടമാനം ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക. അറിയാവുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലേ? സ്വലാത്തുൽ ഫാത്തിമി അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി തുടങ്ങി അറിയാവുന്ന എന്തൊക്കെ സ്വലാത്തുണ്ടോ അത് പരമാവധി ചൊല്ലാൻ ശ്രമിക്കുക. ഇനി നാളെ മഗ്രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞു പോയാൽ മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങളാൽ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇനി മഗ്ഫിറത്ത് വരികയാണ്. മഗ്ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം എന്നാണ് അർത്ഥം. റഹ്മത്ത് അള്ളാഹുവിൻ്റെ കരുണ, മഗ്ഫിറത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം. പാപം ചെയ്യാത്തവരായി ഇന്ന് ലോകത്ത് ഒരൊറ്റ മനുഷ്യനും ഉണ്ടാവില്ല. എത്ര വലിയ ഖാദി ഖുദാത്താണെന്ന് പറഞ്ഞാലും അബദ്ധത്തിലെങ്കിലും രഹസ്യമായെങ്കിലും അതുപോലെ തന്നെ അറിയാതെയെങ്കിലും ഒരു പാപമെങ്കിലും ചെയ്തു പോകുന്നവരാണ് മനുഷ്യർ. അല്ലെങ്കിൽ പിന്നെ പ്രവാചകന്മാരാവണം, അല്ലെങ്കിൽ പിന്നെ അത്ര വലിയ പദവിയുള്ള വലിയ മഹാന്മാരാവണം. പാപം ചെയ്യാത്ത ആളുകൾ ഉണ്ടാവാം, പക്ഷെ ഭൂരിഭാഗം ആളുകളും എന്താണ്? പാപം ചെയ്തു പോകുന്നവരാണ്, അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ്. നമ്മൾ ചെയ്തു പോകുന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ചെയ്തു പോകുന്ന പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വലിയ അവസരമാണ് അള്ളാഹു ഇനിയുള്ള 10 ദിവസങ്ങളിൽ നൽകുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നാളെ മഗ്രിബോടുകൂടി നമ്മൾ പള്ളികളിൽ ചെന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാളെ മഗ്രിബോടുകൂടി ഉസ്താദുമാർ നിസ്കാരത്തിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ആ ദിക്ർ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇത്രയും ദിവസം അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ എന്ന ദിക്റായിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ആ ദിക്ർ ഒരുപാട് വട്ടം വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്തു നൽകണേ, എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ, ദുനൂബി, എൻ്റെ പാപങ്ങൾ, യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ലോകങ്ങളുടെ രക്ഷിതാവായ റബ്ബേ, എൻ്റെ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണം. നമുക്കറിയാം മനുഷ്യർ പാപം ചെയ്യുന്നവരാണ്. ഇവിടെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു തആല ഒരുപാട് സ്ഥലത്ത് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന ഈ വാക്ക് ഗഫൂർ, ഗഫാർ എന്നുള്ള വാക്ക് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്. അള്ളാഹ് തയ്യാറാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ. പക്ഷെ നമ്മൾ ചോദിക്കുന്നില്ല എന്ന് മാത്രം. ചോദിച്ചാൽ മസ്റ്റായിട്ട് തരും. എന്ത്? പാപമോചനം. അതുകൊണ്ട് പാപമോചനം എത്ര തന്നെ, മാത്രമല്ല അല്ലാഹു തആല പറയുന്നുണ്ട് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു തആല ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു തആല തൗബ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ മഹാന്മാർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വാപ്പക്ക് 4 മക്കളാണ്. ആ 4 മക്കളിൽ 3 മക്കളും നല്ല ഉഷാറാണ്. ഉഷാറെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് പ്രശ്നമില്ല, ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് പഠിക്കുന്നു, നല്ല ജോലി ചെയ്യുന്നു. പക്ഷെ 4ാമത്തെ കുട്ടി അല്പം ബുദ്ധിക്ക് വൈകല്യമുള്ള, അല്ലെങ്കിൽ നടക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ള, എന്തെങ്കിലും ഒരു ന്യൂനതയുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ ഉമ്മക്കും വാപ്പക്കും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇഷ്ടം ഉണ്ടാവേണ്ടത് ആ 4ാമത്തെ കുട്ടിയോടായിരിക്കും. കാരണം എന്താണ്? മറ്റുള്ളവർ സ്വയം പര്യാപ്തതയിലെത്തിയപ്പോൾ ഈ കുട്ടി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച്, അതുപോലെ തന്നെ നമ്മുടെ സഹായത്തോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അവനോട് ഇഷ്ടം കൂടുതലാണ്. പ്രത്യേകിച്ച് ബാക്കിയുള്ള മക്കളെ എടാ പോടാന്ന് വിളിച്ചാലും ഈ 4ാമത്തെ കുട്ടിയെ വാപ്പിയുടെ കുട്ടി അല്ലെങ്കിൽ ഉമ്മിയുടെ മോള്, ഉമ്മിയുടെ മോന്, എപ്പോഴും ഒരു ശ്രദ്ധ നമുക്ക് ആ കുട്ടിയോടുണ്ടാകും. എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് പടച്ചവൻ ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യാത്തവരുണ്ട്, പാപങ്ങൾ മാത്രം ചെയ്യുന്നവരുണ്ട്. ഇവരിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാപങ്ങൾ സംഭവിച്ചു പോയിട്ട് അള്ളാഹുവിനോട് ഏറ്റു പറയുന്നവരെയാണ്, തൗബ ചെയ്യുന്നവരെയാണ്. അള്ളാഹുവേ, എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി, നീ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് അള്ളാഹിനോട് പറയുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നാണ്.
അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ദിക്ർ ഒരുപാട് കണ്ട് പറഞ്ഞേക്കുക. ഒരുപാട് എണ്ണാൻ നിൽക്കണ്ട, ഇങ്ങനെ പറഞ്ഞോളി. അത് ഏത് സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ മെൻസസ് ഉള്ള ഉമ്മമാരുണ്ടാകും, നിസ്കാരമില്ലാത്തവർ, അവർക്കും ഈ ദിക്ർ പറയാം. അവർക്ക് കുളിച്ച് ശുദ്ധിയായിട്ട് മാത്രമേ ഈ ദിക്ർ പറയാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഈ ദിക്റുകളായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ആ സമയത്ത് നിങ്ങൾക്ക് പറയാം. ജനാബത്തുകാരനാവട്ടെ, ജനാബത്തുകാരിയാവട്ടെ, ഉദു ഉണ്ടാവട്ടെ, ഉദു ഇല്ലാതിരിക്കട്ടെ, ഏത് സമയത്തും ഈ ദിക്ർ പറയാം. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, നമ്മുടെ പാപത്തിന് പാപമോചനം കിട്ടാൻ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ദുആ ചെയ്യണം. ദുആ ചെയ്യുന്നതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും അള്ളാഹു പുറത്തു നൽകുമെന്നാണ്. ഇനി എന്തൊക്കെയാ കാര്യങ്ങൾ, നമുക്ക് അതിലേക്ക് കടന്നു വരാം. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഒന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ്. നാവ് കൊണ്ട് പറയുന്ന ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം, ഇനിയുള്ള ദിവസങ്ങൾ ഭൂരിഭാഗം സമയത്തും ഇസ്തിഗ്ഫാറിലായിരിക്കണം, പാപമോചനം തേടുന്നവരിലായിരിക്കണം. കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം, കുല്ലു ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. എല്ലാ രോഗത്തിനും, ലോകത്ത് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊക്കെ മരുന്നുണ്ട്. അപ്പോൾ ക്യാൻസറിന് മരുന്നുണ്ട് ഉസ്താദെ, എയ്ഡ്സിന് മരുന്നുണ്ട്, ഉണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാത്തത് മനുഷ്യൻ്റെ ബലഹീനതയാണ്. അള്ളാഹു ഒരു രോഗത്തെ ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ മരുന്ന് ഇറക്കുന്നതാണ്. പിന്നെയോ പറയുന്നു നബിതങ്ങൾ, വദവാഉദ്ദുനൂബ്, പാപങ്ങളാകുന്ന രോഗങ്ങളുടെ മരുന്ന് അൽ ഇസ്തിഗ്ഫാർ, പാപമോചനമാണ്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് ഇന്നി അദ്നബു, നിശ്ചയമായും നബിയെ ഞാനൊരു പാപം ചെയ്തു പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാനൊരു പാപം, ഒരു തെറ്റ് ചെയ്തു പോയി, എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഇസ്തഗ്ഫിർ, നീ ഇസ്തിഗ്ഫാർ ചെയ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറ. വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, നബിയെ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തു എന്നിട്ടും പാപം ചെയ്താലോ? അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞു, തൗബ ചെയ്തു, വീണ്ടും ഞാൻ പാപം ചെയ്താലോ? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, എന്നാലും നീ വീണ്ടും പറയണം, എന്ത്? നീ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം, അസ്തഗ്ഫിറുല്ലാഹ് പറയണം, തൗബ ചെയ്യണം. വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, പിന്നെയും ഞാൻ പാപം ചെയ്താലോ? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, പിന്നെയും നീ ഇസ്തിഗ്ഫാർ തേടണം. ഇങ്ങനെ 4 പ്രാവശ്യം ആ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് 4ാമത്തെ പ്രാവശ്യം ആ മനുഷ്യൻ പറയുകയാണ്, നബിയെ ഇനിയും ഞാൻ പാപം ചെയ്താലോ? ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂല് പറയുകയാണ്, ഹത്താ യകൂന ശൈത്വാനു ഹുവ മഹ്സൂർ, നിന്റെ തൗബ കണ്ടിട്ട്, നീ തൗബ ചെയ്യുന്നത് കണ്ടിട്ട്, തൗബയുടെ വാക്കുകൾ പറയുന്നത് കണ്ട് ശൈത്വാൻ ദുഃഖിക്കുന്നത് വരെ നീ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം. നീ എത്ര പാപം ചെയ്താലും അതിനൊക്കെ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ അക്സറ മിനൽ ഇസ്തിഗ്ഫാരി ജഅലഹുല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ദീക്കിൻ മഖറജാ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹ് എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരുപാട് വട്ടം പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും. മാത്രമല്ല അവൻ്റെ ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു മാറ്റുന്നതാണ്. മാനസിക പ്രയാസങ്ങൾ മാറ്റും, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റും, സാമ്പത്തിക ഞെരുക്കങ്ങളെ അല്ലാഹു മാറ്റും. കടങ്ങൾ കൊടുത്തത് വേഗത്തിൽ തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി, വേഗം കൊടുത്തത് തിരിച്ചു കിട്ടും. അതുപോലെ മക്കളില്ലാത്തവരെ, കച്ചവടം ശരിയാവാത്തവരെ, ബിസിനസ് ശരിയാവാത്തവരെ, വീടില്ലാത്തവരെ, മഴയില്ലാതെ വിഷമിക്കുന്നവരെ, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളി. അല്ലാഹു തആല ഇസ്തിഗ്ഫാറിൻ്റെ ഫലമായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഒരു മനുഷ്യന് കൊടുക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അതുപോലെ തന്നെ മറ്റ് നിഅമത്തുകൾ കിട്ടുവാനും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം അൽ അമലു സ്വാലിഹ്, അതായത് നല്ല കാര്യങ്ങൾ, നല്ലത് എന്ന് തോന്നുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല വാക്കുകൾ പറയുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ല ചിന്തകൾ, അതുപോലെ തന്നെ നിസ്കാരം, നോമ്പ്, സ്വതഖ, അതൊക്കെ നല്ല കാര്യങ്ങൾ. നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഹസനാത്തുകൾ, ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നിശ്ചയമായും നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്? പാപങ്ങളെ, മോശത്തരങ്ങളെ മായ്ച്ചു കളയുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വർദ്ധിപ്പിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ സഹിക്കുക, ക്ഷമിക്കുക. മാമിൻ മുസീബത്തിൻ, ഒരു മുസീബത്തുമില്ല, ഒരു മുസീബത്തുമില്ല, തുസീബുൽ മുസ്ലിമു ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്ത ശൗകതു യുശാഖുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. എന്താ നബി തങ്ങൾ പറയുന്നത്?
ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അയാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, എത്രത്തോളം ഒരു മുള്ള് കാലിൽ തറക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ നഖം വെട്ടുമ്പോൾ അല്പം കയറിപ്പോകുന്നത് വരെ, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ കാല് മതിലിൽ ഇടിച്ച് ഇച്ചിരി വേദന ഉണ്ടാകുമല്ലോ, പ്രയാസം ഉണ്ടാകുമല്ലോ, അത് മുതൽ വലിയ രോഗങ്ങൾ, വലിയ പ്രയാസങ്ങൾ, കടങ്ങൾ, എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും എന്താണ്, നമുക്ക് പാപങ്ങൾ പുറത്ത് അള്ളാഹു നൽകാനുള്ള വലിയ കാര്യങ്ങളാണ്. അപ്പോൾ പാപങ്ങൾ പുറത്ത് കിട്ടുന്ന 3 വലിയ ഉപാധികളാണ് ഇവിടെ പറഞ്ഞത്. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, അമൽ സ്വാലിഹ് ഉണ്ടാവണം, അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ആത്മഹത്യ അല്ലെങ്കിൽ നാടുവിടൽ അതല്ല പരിഹാരം, ക്ഷമിക്കുക, സഹിക്കുക, ദ്വാരക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കാൻ പറ്റും. പരിശുദ്ധമായ റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞു പോകുന്നു. മഗ്ഫിറത്തിൻ്റെ 10നെ നല്ലതുപോലെ സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധമായ റമദാനിൻ്റെ 2ാമത്തെ 10ൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ദിക്ർ, 1ാമത്തെ ദിക്ർ റമദാൻ 1-30 വരെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, ആ ദിക്ർ പറയലും. പിന്നെയോ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ എന്ന ദിക്റാൻ. പിന്നെ ഈ 2ാമത്തെ 10ൽ അധികരിപ്പിക്കാൻ പറ്റിയ മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ദിക്ർ പറയാം. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്, ആ ദിക്ർ വർദ്ധിപ്പിക്കുക. പിന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ആ ഒരു ദുആയും വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഇന്ന് മുതലേ ചെയ്തു തുടങ്ങുക. അതോടൊപ്പം തന്നെ ഇന്ന് റഹ്മത്തിനെ ചോദിക്കാൻ മറന്നു പോവണ്ട. റഹ്മത്തിൻ്റെ ആ ദുആ നമുക്ക് എപ്പോഴും ചോദിക്കാം. റമദാൻ 30 നമുക്ക് ചോദിക്കാം. എല്ലാ ദിക്റും നമുക്ക് റമദാൻ 30 അല്ല, എപ്പോഴും പറയാവുന്ന ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ റമദാൻ വേഗത്തിലാണ് പോകുന്നത്, അല്ലേ? ഇപ്പോൾ 9ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. എങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല. റമദാനെ പറ്റി പറയുന്നത് ഒരു മാന്യനായ മനുഷ്യൻ പോകുന്നത് പോലെ. മാന്യനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായി നോക്കൂല, നേരെ എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്നതുപോലെ റമദാൻ ഒരു ലക്ഷ്യമുണ്ട്, മുഅ്മിനീങ്ങൾക്കിടയിലേക്ക് വന്ന് നേരെ പോവുക. ആ ഒരു ലക്ഷ്യം റമദാൻ എപ്പോഴും ചെയ്യും. അപ്പോൾ നമ്മളാണ് ആ കടന്നു വരുന്ന റമദാനെ ഉപയോഗപ്പെടുത്തേണ്ടത്. റമദാൻ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. മറ്റു മാസങ്ങളേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒരുപക്ഷെ റമദാൻ പോയേക്കുമെന്നാണ്. അപ്പോൾ ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ അടുക്കൽ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനിയുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ ഓഫറുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. കൂടുതൽ ഓഫറുകൾ വെച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദറും അതുപോലെ തന്നെ നരകമോചനവും സ്വർഗ്ഗപ്രവേശനവും ഒക്കെ വെച്ചിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വട്ടം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കാൻ അവർ പലപ്പോഴും കമൻറ്റായി രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ അവരെയും കൂടി പരിഗണിച്ചുകൊണ്ട് പറയട്ടെ, നമുക്ക് അറിയാമല്ലോ കേരളത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേരളത്തിലും. റമദാൻ ഒരേ രൂപത്തിലാണ്, ഒരേ ദിവസത്തിലാണ് പോകുന്നത്. ഇനി പെരുന്നാൾ എങ്ങനെയാണെന്ന് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഗൾഫിലുള്ള എൻ്റെ പ്രവാസികളായ മുഅ്മിനീങ്ങളും സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ഈ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നാട് മാറിയെന്ന് വെച്ച് ദിക്റും ഔറാദൊന്നും മാറുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവിധ ഖൈറുകളും എല്ലാവിധ സലാമത്തുകളും ജോലിയിൽ എല്ലാവിധ ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും ദ്വാരക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ സലാമത്തും ഖൈറുകളും നൽകുമാറാവട്ടെ. ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ്, അല്ലാഹു തആല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ.